നിർത്ത് നിർത്ത്, ഇറങ്ങ ഇറങ്ങാങ്ങാട്. കളവനുണ്ടോ? സമയത്രയല്ലേ ഉണ്ട് കാണും. അതല്ലടാ കുരങ്ങൻ അവിടെ ഉണ്ടോന്ന്. അതവിടെ ഉണ്ടാവും, എവിടെ പോരാ വാ. ഓറാക്കല്ലേ, അങ്ങോട്ട് അങ്ങോട്ട് ഇവിടെ ഞാൻ പോയിട്ട് വരാം. നമസ്കാരം സാർ. എന്താണോ ആരെങ്കിലും കിട്ടിയോ? നമ്പ്യാർ സാർ പറഞ്ഞ പിന്നെ കുട്ടിരാതിരിക്കാൻ പറ്റേ. മോളെ പണിക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. പണിക്കാളെ എടോ ജോലിക്കാരെ കൊണ്ടുവന്നാ പറഞ്ഞേ. ഇവരേതാ ദാസപ്പ? അതിന്റെ ചരിത്രവും പൗരധർമ്മവും ഒക്കെ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛാ, അവരോട് വിവരങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയേ. എന്താ പേര്? ടി സി ദാസപ്പൻ. ഇവിടെ തന്റെ പേരല്ല ചോദിച്ചത്. ഓ സാറിന്റെ. ഇവിടെ പെണ്ണിന്റെ പേര്. പെണ്ണിന്റെ സാറെ പേരെന്താണെന്നാ ചോദിക്കുന്നത്? തേങ്ങാക്കൊല. ജമീല. ഇതിനു മുമ്പ് എവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ ചോദിക്കാൻ? ഇതിനു മുമ്പ് എവിടെയെങ്കിലും പണിക്ക് നിന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ക്ലിന്റന്റെ അപ്പന്റെ വീട്ടിൽ. 2-3 വീട്ടിൽ നിന്നിട്ടുണ്ടെന്ന്. കുട്ടികളെ നോക്കി പരിചയമുണ്ടോ എന്ന് ചോദിക്കേ. കുട്ടികളെ നോക്കി പരിചയമുണ്ടോന്ന് സാറേ? കുട്ടിയുടെ അമ്മയെ നോക്കി പരിചയമുണ്ടോന്ന് പറയടാ. പരിചയമുണ്ട് പരിചയമുണ്ട്. കുട്ടികൾക്ക് എപ്പോഴൊക്കെ ആഹാരം കൊടുക്കേണ്ടത് ചോദിക്കേ. അത് സാധാരണ വെച്ചക്കുമ്പല്ലേ അവളോട് ചോദിക്കണം. കുട്ടികൾക്ക് എപ്പോഴേക്കും ആഹാരം കൊടുക്കണേന്ന്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. അപ്പൊ ജൂണില്ലേ? ജൂണിൽ മഴയെന്ന് പറയടാ. ഓ അത് ഞാൻ മറന്നുപോയി. രാവിലെ ഇഡ്ഡലിയോ ദോശയോ, ഉച്ചക്ക് അരിയാഹാരം, വൈകിട്ട് ചായയും ബിസ്ക്കറ്റും, രാത്രി ഒരു പെഗ്ഗും. അല്ല, ഒരു മഗ് നിറച്ച് പാലും. കുട്ടിയെ കുളിപ്പിക്കാൻ അറിയാവോന്ന് ചോദിക്കണേ. കുട്ടിയെ കുളിപ്പിക്കാൻ അറിയാമോന്ന് ചോദിക്കുന്നു. വാഷിംഗ് മെഷീനിലിട്ട് തുണി അലക്കുമ്പോൾ അലക്കൂന്ന് പറയടാ. അപ്പൊ തോർത്താൻ എന്ത് ചെയ്യും? തോർത്ത് നിന്റെ കുളിപ്പിക്കാൻ അറിയാം. ഞങ്ങളിവിടെ ഇല്ലാത്തപ്പോൾ കുട്ടി കരഞ്ഞാൽ എന്ത് ചെയ്യും? ഞങ്ങളിവിടെ ഇല്ലാത്തപ്പോ കുട്ടി അവിടെ പോയി ചോദിക്കണം. ഞങ്ങളിവിടെ ഇല്ലാത്തപ്പോ കുട്ടി അറിഞ്ഞ എന്ത് ചെയ്യുന്നു? കഴുത്തെ പിടിച്ച് നെക്കൂന്ന് പറയടാ. എന്താണ് പാട്ടുപാടി ഉറക്കൂന്ന്. എന്ത് കൊടുക്കണമെന്ന് ചോദിക്കൂ. കൊച്ചു കാണാൻ ഒന്നും അറിയാത്ത പോലെ അതൊക്കെ അറിഞ്ഞങ്ങോട്ട് കൊടുത്താ പോരെ. ശമ്പളം ഒന്ന് കൊടുക്കണോ? അത് ഞാൻ ചോദിച്ചിട്ട് വരാം. എന്ത് കൊടുക്കണമെന്ന് ചോദിക്കുന്നു. അയാളുടെ കരണം കുറ്റിക്കിട്ടൊന്ന് കൊടുക്കടാ. എന്തെങ്കിലും കൊടുത്താ മതി സാറേ. അവരൊക്കെ പാവങ്ങളാ, പാവപ്പെട്ട ഫാമിലി പെട്ടതാ. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ തരാൻ പറ. നാരായണ, ആ പെണ്ണിനെ ജോലിക്ക് നിർത്തട്ടെ. നിർത്ത്, ഒരു കുഴപ്പമുണ്ടാവില്ല. നല്ല സ്വഭാവം. അത് നിനക്കെങ്ങനെ അറിയാം? എന്താ ചേച്ചി, ചോറ് വെന്തോന്ന് നോക്കാൻ കലത്തോടെ തിന്നണോ? ഒന്ന് നുള്ളി നോക്കിയാ പോരെ? അവളെ കാര്യം പറഞ്ഞപ്പോഴേ കൈ പൊള്ളി. ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞേക്കാം, നോക്കിയും കണ്ടൊക്കെ നിന്നാൽ അവക്ക് തന്നെ കൊള്ളാം. ആ കളവൻ എനിക്ക് അത്ര വിശ്വാസമില്ല. സൂക്ഷിച്ചും കണ്ടും നിൽക്കണം. നഷ്ടപ്പെടാൻ നിനക്കേ ഉള്ളൂ. പാട്സൊക്കെ ഇളകാതെ നോക്കണേ. അങ്ങ് പൊക്കോ. ടാറ്റ ജമീല, ടാറ്റ. സാറേ, മോളെ പോലെ നോക്കണേ. അത് പിന്നെ നീ പറഞ്ഞു തരണോ? ഞാൻ അങ്ങനെ നോക്കത്തുള്ളൂ. ചിലപ്പോ അമ്മപ്പെട്ട് നോക്കിയൊന്നും വരും. വലത് കാര്യം വെച്ച് കേറിപ്പോ. ഇത് എന്റെ സ്വന്തം വീട് പോലെ കരുതിയാ മതി. ചേച്ചി ഇതേ. നാരായണ, ഓ ഇവർക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്ക. എന്താ പേര്? ജമീല. വെറും ജമീലേ? ജമീല ബീവി. ഓ ബി ജമീല. എനിക്കും കൊള്ളാം. എന്താ പേര്? നാസർ. നാസർ ഖാൻ ഞാൻ വിളിച്ചോട്ടെ? വിളിച്ചോളൂ. ഞാനിവിടെ പേര് മാറ്റിയാ പറഞ്ഞേക്കണേ. നാരായണൻ. അൽഹംദുലില്ലാ, അത് ഹിന്ദുവിന്റെ പേരല്ലേ?
ജമി കല്യാണം കഴിച്ചതാ? അതാ ഇതാണ് ഗ്യാസ് സ്റ്റൗ. ഇതെന്താ? ഇലക്ട്രിക് സ്റ്റൗ. ഇലക്ട്രിക് സ്റ്റൗ. ചേച്ചി മോള് വന്നില്ലേ? വരാറായി. കല്യാണാലോചന പലതും വരുന്നുണ്ട്. എങ്ങനെയുള്ള ചെക്കനെയാണ് ജമ്മുവിന് ഇഷ്ടം? മെലിഞ്ഞവരെ എനിക്ക് വലിയ ഇഷ്ടാ. നിങ്ങക്കാ? എനിക്ക് ജമ്മുവിനെ പോലെ തടിച്ച അവരെയാണ് ഇഷ്ടം. എന്തു സ്വഭാവക്കാരെയാണ് ജമ്മുവിന് ഇഷ്ടം? കള്ളു കുടിക്കണവരെ എനിക്ക് പെരുത്ത ഇഷ്ടാ. ഗുരുവായൂരപ്പാ. ആ? റബ്ബേ. നാരായണ, ദേ ചേച്ചി വിളിക്കുന്നു, ഞാൻ പിന്നെ വരാം. വരണേ. വരും. എന്റെ അമ്മേ, ജമ്മു, ലക്ഷ്മിയാണ്. ജമീല, ഇവനെ ഇതാ അന്റെ പുതിയാപ്പിള വന്നിരിക്കണു. തണ്ടണുണീ. ഇന്ന് ഈ വീട്ടിൽ ആരുമില്ല. ഇത് നമ്മുടെ രാത്രിയാണ്. പനിനീരു പെയ്യുന്ന പൂനീലാവും 17-ലെത്തിയ പെൺകിടാവും. അയ്യേ, എന്തിനാ ജമ്മു നീ ഈ കാലിൽ വെള്ളിക്കൊലിസ് അണിഞ്ഞിരിക്കുന്നത്? ഇത് മാറ്റിയിട്ട് ഞാനൊരു സ്വർണത്തിന്റെ കൊലിസ് അണിയിക്കും. കാലനോടറാ. എന്നാ പിന്നെ അറിയില്ലാവാം. എന്തിനാ ജമ്മു നീ ഈ ചന്ദനത്തിരി കടിച്ചു പിടിച്ചേക്കണേ? വിടാതെ കാലെന്ന് അടിച്ച് പൂക്കുറ്റിയായിട്ട് വന്നിരിക്കാൻ. നിന്റെ ശബ്ദത്തിന് എന്താ ഒരു മാറ്റം? ഒരു ചവിട്ടിയാൻ പറ്റും. നീയല്ലേ പറഞ്ഞത് കുടിക്കുന്നവരെ നിനക്ക് വലിയ ഇഷ്ടമാണത്? അവസാനം ആലിലക്കെണ്ണ പാടേണ്ടി വരും. വാടാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാടാ. ഏതായാലും പൂക്കുറ്റി ആയില്ലേ? മുഴുവനും അപ്പോ അങ്ങനെ നമ്മൾ സുബർക്കത്തിലെത്തി. ഇതാത് കുട്ടാലം കുളിരരുവിയാ? അല്ലടാ, കാവാലം കള്ള് ഷാപ്പ്. ഓ കേറ്. കയ്യെ പിടിച്ചോ, എന്റെ വീട്ടിലല്ലേ? പിടിച്ചോ. വീട്ടിലാർക്കും സംശയമൊന്നുമില്ലല്ലോ? ആർക്കുമില്ല, ഒരു പ്രശ്നമില്ല. നീ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഫോൺ ചെയ്തോ. കിളവനെന്റെ കൈ മേടിക്കുന്നു വന്നത്. നീ ആ നടി എവിടെ വെച്ച് കണ്ടെന്നാ പറഞ്ഞ? വുഡ്ലാൻഡ് ഹോട്ടലിന് മുമ്പിൽ വെച്ച്. അന്ന് അഭിനയിക്കാൻ വന്ന ആ നടി തന്നെയാണോ? അതേന്ന്, അവളുടെ ആ ഡയറക്ടർ ഉണ്ടായിരുന്നു. പിന്നെന്താ നീ പിടിക്കാൻ? ഞാൻ DSP വിളിക്കുന്ന SD ബൂത്ത് കയറുമ്പോ ഒരു ഹോട്ടലിൽ ഇരിക്കുന്നു. ഞാൻ ഇങ്ങോട്ട് വരുന്നവരും ഇറങ്ങിയിട്ടില്ല. നേരം വിളിക്കുന്നതിന് വരെ പിടിക്കണം. സാർ ഉറങ്ങിയിട്ടുണ്ടാവും. ഉറങ്ങിയാൽ നമുക്ക് വിളിക്കണം. അതെ, ഒരു ഓട്ടോന് അതിന് പോവാം. കൈ കാണിച്ചു. അവിടെ കൊണ്ടുപോകണ മോനെ. അറക്കാൻ കൊണ്ടുപോണ്ട, വേണ വന്നണ്ട. അമ്മയും പെണ്ണാൻ തിരിച്ചറിയാൻ പാടില്ല പാന്നികള്. അല്ല, ഞാൻ മഫ്റ്റിലായി പോയി. ഉഗ്രം ചരക്കാണല്ലോ, ഒന്ന് നോക്കാം. ഞാനോട് പോലെ ഒരുത്തൻ കൂടെ ഉണ്ടല്ലോ. അവൻ ഊതിയാ പറക്കൊന്നേ. കേരള വണ്ടിയല്ലേ? എന്താ കാര്യം? വിടാൻ പറഞ്ഞില്ല. എന്താ പ്രശ്നം? നീ ആരാ മുമ്പിൽ? എന്റെ പ്രോപ്പർട്ടി കയറി പിടിച്ചിട്ട് ഞാൻ ആരാണെന്ന്? എടാ, എനിക്ക് കമ്മീഷൻ ഉള്ളതാണ്. ഓഹോ, അപ്പൊ മറ്റേതാണല്ലേ? എന്താ സംശയം ഉണ്ടാ? താൻ ആരാ? ഞാൻ ജമീലയുടെ മാമ KA അബ്ദുള്ള. മാമാന്ന് പറഞ്ഞ അങ്കിളോ? രണ്ട് മാമേ ഞാൻ തന്നെയാണ്. എന്നാ നമുക്ക് പോവാം. നിക്ക് എടുത്ത് ചാടല്ലേ. അതെ, കച്ചവടം പറഞ്ഞു ഉറപ്പിച്ചിട്ട് പോവാ. ആയിക്കോട്ടെ. ഇത് ഫ്രഷ് ആൻഡ് ന്യൂ ആണ്. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കലൊക്കെ സംസാരിക്കാം. സ്ഥലം ഉണ്ടാ? സ്ഥലമോ? നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഗസ്റ്റ് ഹൗസ് ഉണ്ടായിട്ടാണ് ആക്രാന്തം കാണിച്ച. കൊല്ലി ഞാൻ കള്ളൻ. ഇതിന്റെ അകത്തിരിപ്പുണ്ടോ ഒരു ആക്രാന്തം? ജമീല, പോവാ. മാമ, എനിക്ക് പേടിക്കണ്ട, ഇത് മാമാന്റെ ഫ്രണ്ട്സ് ആണ്. എന്തിനാ മാമ എന്നെ കൊണ്ടുപോകുന്നത്? ഒപ്പന കളിപ്പിക്കാൻ കേറിയിട്ട് കൊല്ലിഞ്ഞ. പേടിക്കണ്ട, രണ്ടുപേരേ ഉള്ളോ? മാമ. ജമീല മോളി ചെല്ലി. മാമയല്ലേ പറഞ്ഞു ചെല്ലി. എട്ടുപൊട്ടും തിരിയാത്ത കുഞ്ഞാണ്. സൂക്ഷിച്ചൊക്കെ വേണേ. എന്തൊരു ശുഷ്കാന്തി. ചപ്പാതിരിങ്ങള് വെള്ളം ഉറിയിക്കണ്ട്. ബാ, ഇനി ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറ. ഇത് മാറിക്കും. നിന്നെ കണ്ടിട്ട് ഒരു സിനിമാ നടിയുടെ ലുക്ക് ഉണ്ടല്ലോ. എന്താ, നിനക്ക് സിനിമയിൽ അഭിനയിക്കണം? വേണ്ട, സിനിമയിൽ അഭിനയിച്ച ചീത്താവുന്ന ഉമ്മുമ്മ പറഞ്ഞേക്കണേ. മാമേ, മാമേ
അല്ല പെണ്ണിന്റെ മാമാന്ന്. ആ മാമ പറഞ്ഞ കാശ് ഇച്ചിരി കൂടുതലല്ലേ? പറഞ്ഞ റേറ്റിന്ന് 10 പൈസ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. പാരമ്പര്യമായിട്ട് അന്തസ്സോടെ ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ്. 10 പൈസ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒന്നുമില്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ആ പിന്നെ പുലർച്ചെ 5 മണിക്ക് കാർത്തിയായനി വരും. കാർത്തിയായനിയോ? കിട്ടുവോ? എന്ത് കിട്ടുമെന്ന്? കാർത്തിയായനിയെ ഇവിടെ കാർത്തിയായനി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനുള്ള ബസ്സാണ്. ഓഹോ, എന്തായി? ഉറപ്പിച്ചു. നീ കേറിക്കോ. ജമീല ബിസിലടിച്ചിട്ട് തുടങ്ങിയാൽ മതി കേട്ടാ. ശരി മാമ. ഇങ്ങനെ കൊണ്ടാ ഇതുവരെ ഡ്രസ് മാറിയില്ലേ? Just you listen. I'll have all your jobs. ഒന്ന് വരൂന്നേ. പുള്ളിക്കാരൻ ബാത്റൂമിലേക്ക് പോയി. എന്ത്? എന്തായി കാണിച്ചത്? എന്ത്? കളമാക്കിയില്ലേ? ഒരുത്തനെ പിടിച്ച് അകത്തിട്ട് പൂട്ടി. തലയിൽ വല്ലതും ഉണ്ടാ? അനാവശ്യം പറയരുത്, സസ്പെൻഷനിലായിരിക്കും. പക്ഷെ CI ആണ്. ഇതൊക്കെ എന്റെ ഈ തലേന്ന് വരൂ. തലയിൽ നിന്ന് വിക്ക് എവിടെ ചോദിച്ചേ? പിക്ക് അവിടെ പോയി, ആച്ചാറവിടെ പോയി. അവനും പോയി. മറ്റവൻ എങ്ങോട്ടാ ഓടിയത്? ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റില്ല സാർ. കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ മഹാദേവൻ. താങ്ക്സ് സർ. നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങളൊരു മരമണ്ണനാണെന്നല്ലേ ഡിപ്പാർട്ട്മെന്റ് പറയുന്നു. അതൊക്കെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്ന കിംവദന്തികളല്ലേ സാറേ. ഇനിയെങ്കിലും ഞങ്ങളെ ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചെടുക്കണം സാർ. തീർച്ചയായും. ധൃതി പിടിക്കണ്ട, സമയമായിട്ടില്ല. ദാസപ്പ, പട്ടിലേക്ക് ഇട്ട് കൊല്ലു. സർ, ആ കടലാസ് പോലെ വിവരം അറിയിച്ചില്ലേ? ആ എളുപ്പം കേട്ടോ. ഇവിടെ ക്രിമിനൽസിനെ പിടിക്കാനായിട്ട് പോലീസുകാരുണ്ട്, അല്ലാണ്ട് നാട്ടുകാരല്ല. ആരാ പറഞ്ഞു ക്രിമിനലാന്ന്? എന്തൊരു തെളിവുള്ളത്? ഇവനെ അടിച്ച ഷേപ്പ് മാറ്റി നിന്ന് വാചം എടുക്കാൻ എടുത്തിട്ട് പോണോ? കൊണ്ടുപോടാ, കൊണ്ടുപോടോ. ഞാൻ വരട്ടെ സാർ. റിപ്പോർട്ട് ചെയ്യരുത്. ഒരു ധൈര്യത്തിന് ഞാനും പറഞ്ഞോ? അറിയിക്കാം. അറിയിക്കണേ. അപ്പൊ ഞാൻ ഏതായാലും വീട്ടിലോട്ട് ചെല്ലട്ടെ. ശരി സർ. മിനിസ്റ്റർ എന്നെ വിളിക്കും. ഈ ഒടുക്കത്തെ മുണ്ടും പാവാടയും ആ കിളവൻ എണീറ്റുണ്ടാവോ? വെളുക്കുമ്പോ കുളിക്കാൻ പോകുന്ന വഴിയിൽ വെലിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ടമ്മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ, എന്നോട് കിന്നാരം പറഞ്ഞവനെ. എന്താ ജമീലെ, ചായ ആയില്ലേ? ഇപ്പൊ തരാം. കൃത്യം 6 മണിക്ക് എനിക്ക് ചായ വേണം. 7 മണിക്ക് കുളിക്കാൻ ചൂടുവെള്ളം കിട്ടിയിരിക്കണം. 8:30 ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കും. ഞാൻ സ്ട്രിക്റ്റാ പറഞ്ഞേക്കാം. 6 മണിയായില്ലേ? ചായ കൊണ്ടുവാ. വേണം മേലാട വേണം ഒഞ്ചോറുപ്പനങ്കിളിക്കേ ചായ
ഓ, എന്താ ജമീലെ വള എങ്ങനെ പൊട്ടി? വള നേരത്തെ പൊട്ടിയതാ, ഞാൻ പോട്ടെ. ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ട് എടുക്കൊന്നും വേണ്ട. ലക്ഷ്മി എഴുന്നേറ്റോ? ചേച്ചി കുളിക്കാൻ പോയി. നാരായണനോ? നാരായണൻ പശുവിനെ കുളിപ്പിക്ക. ജമീലെ, കാശിന് ആവശ്യം വല്ലതുണ്ടെങ്കിലേ എന്നോട് ചോദിക്കാൻ മടിക്കരുത്. ഞാൻ പോട്ടെ. പിന്നെ ജമീലെ, എന്റെ മുറിയിലെ തലയണക്കടിയിലെ സിഗരറ്റ് ഇരിപ്പുണ്ട്, ഇങ്ങെടുത്തോണ്ട് വാ. സിഗരറ്റ് അധികം വലിക്കുന്നത് ശരീരത്തിന് കേടാ. ഹലോ. ഹലോ. എടാ, നിന്റെ പരിപ്പൊന്നും ഇവിടെ വേഗത്തില്ലടാ പുന്നാര മോനെ. വെച്ചിട്ട് പോടാ. ആരാ വിളിച്ചത്? ആടാ തെണ്ടി തന്നെ. തെണ്ടിയോ? എന്റെ മോളെ ഒരുത്തനെ ഞാൻ കെട്ടിച്ചു കൊടുത്തില്ലേ, ആ ഇടിയറ്റ് തന്നെ. അവനെ ഞാൻ ഈ വീട്ടിൽ കെട്ടത്തില്ല, ഈ വീട്ടിൽ നിന്നല്ല ഈ പറമ്പിൽ കെട്ടത്തില്ല. അവന്റെ ഒരു ടെലിഫോൺ വിളിയേ, എന്റെ പൊന്ന് ജമീലേ, അവനെന്റെ ലക്ഷ്മി മോളെ മയക്കിവിടെ കയറാൻ നോക്കുക. അവനെ ഞാൻ ഈ നാട്ടിൽ നിന്ന് കെട്ടിക്കും. എന്റെ ജമീൽ നോക്കിക്കോ. ആരെയാ ഓടിക്കാൻ പോണെന്ന് താൻ കണ്ടോടോ? ശല്യം കൂടുതലാണെങ്കിൽ ഓടിക്കാൻ ഒരു വഴിയുണ്ട്. എന്തു വഴി? കൂടാത്രത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്. എന്തിനും തയ്യാർ. ഇവിടെ അയ്യപ്പൻകാവിന്റെ അടുത്ത് നല്ലൊരു കർമ്മയുണ്ട്. ഞാൻ അഡ്രസ് തരാം, ഒന്ന് പോയി കണ്ടാ മതി. എന്ത് വേണമെങ്കിലും ചെയ്യാം. അവനെ ഈ നാട്ടിൽ എനിക്ക് ഓടിക്കണമെന്റെ ജമീലേ. അങ്ങനെയല്ലേ ഞാൻ എന്റെ കെട്ടിയവനെ ഓടിച്ചത്. അപ്പൊ ജമീലയുടെ കെട്ടിയവ സ്ഥലത്തില്ലേ? അതുകൊണ്ടല്ലേ എനിക്കിവിടെ വരാൻ പറ്റിയതും സാറിനെ കാണാൻ പറ്റിയതും. ആ സ്വാമിയോട് ഒന്ന് പറഞ്ഞപ്പോ ഒരു തകിട് മന്ത്രിച്ചു തന്നു. അത് നടുമുറ്റത്ത് കുഴിച്ചിട്ടാ അന്ന് അങ്ങേര് പോയി. ആര്, സ്വാമിയോ? അല്ല, എന്റെ കെട്ടിയവൻ. വിശ്വസിക്കാവോ? ചുട്ട കോഴി തിന്നുന്ന ആളാ. ആഹാ. ആ നിങ്ങൾ പറഞ്ഞതുപോലല്ലോ പ്രശ്നത്തിൽ കാണുന്നത്. മകളും മരുമകനും വളരെ അടുത്താണല്ലോ. ഏയ്, അവൻ വേറെ വീട് വാടകയ്ക്കെടുത്താ താമസിക്കുന്നത്. അതെ, വാടകയ്ക്കാണെങ്കിലും അടുത്തടുത്താണെന്ന് ഞാൻ പറയുകയായിരുന്നു. നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് വേണ്ടത്? എന്റെ മരുമകനെ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കണം. നിങ്ങളുടെ മരുമകനെ, അതെ. മകളുടെ ഭർത്താവിനെ, അതെ. നിങ്ങളുടെ ശത്രുവിനെ അതെ. പറഞ്ഞയക്കണം. അതെ. പ്രതിവിധി ഉണ്ടല്ലോ. ഒന്ന് ബാക്കിയാണല്ലോ. ആരൂഢം തകർന്നിരിക്കുകയാണ്. വീട്ടിലാണ് പ്രശ്നം. ഞാനൊരു തകിട് ആവാഹിച്ചു തരാം. അത് വീട്ടിന്റെ നടുമുറ്റത്ത് കുഴിച്ചിടണം. നോക്കട്ടെ, ഇഷ്ടപ്പെട്ട ഒരു പൂവിന്റെ പേര് പറയൂ. മുരിക്കി പുഷ്പം. മനുഷ്യന്മാര് പറയുന്ന പൂവിന്റെ പേര് പറയൂ. ചെമ്പരത്തി. അത് 2 എണ്ണം വേണ്ടി വരും. 10-ൽ താഴെ ഒരു അക്കം പറയൂ. 9. 9 എന്ന് പറയുമ്പോ 6, 3, 9. 9 2 7. പ്രശ്നമാണല്ലോ. അല്ല സ്വാമി, 9 2 പോകാതിരുന്നാ പോരെ, അപ്പൊ പ്രശ്നം ഉണ്ടാവുന്നില്ലല്ലോ. പ്രശ്നം ഉണ്ടാകണമല്ലോ. അയ്യോ, അതെന്തിനാ? നല്ല പ്രതിവിധി ഉണ്ടാവും. അവിടെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാനും മോളും അവളുടെ കൊച്ചും. പോരല്ലോ. പിന്നെ വേലക്കാരി ഉണ്ടോ? ആ വേലക്കാരി എങ്ങനെയുണ്ട്? തരക്കേടില്ല. അതല്ല ചോദിച്ചത്. ആ കൈ ഇതിന്റെ മുകളിൽ വെക്കൂ. സ്വാഹ. ഒരു 4ാം വേദക്കാരിയല്ലേ? അതെ സ്വാമി. അവൾ പുറത്തു വന്നാലേ പൂജ നടക്കും. അന്യമലക്കാർ അവിടെ പാടില്ല. അത് സാരമില്ല, ലീവ് കൊടുത്തയക്കാം. എന്നാ പൂജ നടക്കുവോ? തീർച്ചയായും നടക്കും. നിങ്ങളുടെ മകൾക്ക് ഇതിൽ താല്പര്യമുണ്ടോ? അതറിയില്ല. അത് സാരമില്ല, അവക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പം മതിയല്ലോ. മതിയെങ്കിൽ ദക്ഷിണ വെച്ചോളൂ. എന്താ വെക്കേണ്ടത്? 2001 രൂപയും ആ കയ്യിൽ കിടക്കുന്ന മോതിരവും. അയ്യോ, മോതിരം എന്തിനാ? ശത്രുവിനെ ആവാഹിക്കാൻ. ആ, ആ, ആ. ഇതിലിട്ടോളൂ. വരുന്ന സെക്കൻഡ് സാറ്റർഡേ പൂജ നടക്കുന്നതായിരിക്കും. ഓ. ഈശ്വരാ, ഇനി 1 മണിക്കൂർ കൊണ്ട് മുസ്ലിം ആകണം. ഇന്ന് ഞാൻ പുറത്തു
പോയിട്ട് വരുമ്പോ ജമീലക്ക് ഈത്തപ്പഴം മേടിച്ചോണ്ട് വരും. നാരായണ, ചാച്ചി വിളിച്ചാ? ഈ ബാത്റൂം എല്ലാം ക്ലീൻ ചെയ്യാൻ അച്ഛൻ മറ്റൊരു വേലക്കാരിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, അപ്പൊ ചേച്ചിയുടെ മുറി കിടക്കാൻ ഒരാളായി. എന്തിനു പുതിയ ആളെ നോക്കുന്നേ? ജമീലയല്ലേ പറഞ്ഞത് ബാത്റൂം ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ലെന്ന്. സാരമില്ല, ഞാൻ ക്ലീൻ ചെയ്തോളാം. ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ ചേച്ചി. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഡോക്ടറുടെ മുറി ഞാൻ കൂട്ടുകിടന്നോളാം. നാരായണ, വണ്ടിയുടെ ഓട്ടേ മുട്ടേ മാറിക്കളഞ്ഞത്. അയ്യോ പോകാം മോളെ. അച്ഛന്റെ നടുവേദന എങ്ങനെയുണ്ട്? നടുവിന് മാത്രമല്ല മോളെ, ദേഹമാസകലം വേദനയാ. കോട്ടയ്ക്ക് പോയി ഒന്ന് ചവിട്ടി തിരിഞ്ഞാലേ നേരെ അകത്തുള്ളൂ. ഓ വാ. ഓ, ആ ജമീലെ, അച്ഛന്റെ ഡ്രസ്സൊക്കെ അലക്കിയിട്ടേക്കണേ. ആ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നാ ഞാൻ അച്ഛനെ വിട്ടിട്ട് വരുമെന്ന് പറഞ്ഞേക്കണം. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമോ? ഹലോ ദാസപ്പന, എന്താടാ? വേണ്ട വേണ്ട, DSP സാറിനോട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞേക്ക്. 10 മിനിറ്റിനകം വീടെല്ലാം പൊട്ടി മോളെ കൊണ്ട് സ്കൂളിലാക്കി ഞാൻ അങ്ങോട്ട് വന്നേക്കാം. പോരെ? സിസിലി, ആ ബെഡ് നമ്പർ 40 രോഗിയെ മാറ്റിയേക്ക്. ശരി ഡോക്ടർ. ഇത് ബുള്ളറ്റ് കൊണ്ട് മുറിവാണല്ലോ. അല്ല ഡോക്ടർ, ബൈക്കിൽ നിന്ന് വീണതാ. നോ നോ, ദിസ് ഈസ് ബുള്ളറ്റ് വോണ്ട്. പോലീസിനെ ഇൻഫോം ചെയ്യാതെ ഇത് അറ്റൻഡ് ചെയ്യരുത്. ഞാൻ ബൈക്കിൽ നിന്ന് വീണ ഡോക്ടർ. വീണത് ശരിയായിരിക്കാം, പക്ഷെ ഈ പാട് ബുള്ളറ്റിന്റേതാണ്. ജോസ്, ഗോ ആൻഡ് കോൾ ദ പോലീസ്. പോലീസിനൊന്നും വിളിക്കാൻ പറ്റില്ല. സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, അങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. ആരാ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചെന്നറിയോ? ആരായാലും സാധ്യമല്ല. വിളിച്ചോണ്ട് പോണം മിസ്റ്റർ. ഡോക്ടർ, അവരിപ്പം കുഴപ്പക്കാരാ. അതുകൊണ്ടാ പോലീസിനെ വിളിക്കാൻ പറഞ്ഞത്. എന്തായി? അവർക്ക് കാര്യം മനസ്സിലായി. ഡോക്ടർ വില്യംസ് ഉണ്ടായിരുന്നില്ലേ? ഉവ്വ്, പക്ഷെ പെട്ടെന്ന് തന്നെ ഡോക്ടർ ലക്ഷ്മി കയറി വന്നു. അവര് മഹാദേവന്റെ ഭാര്യയാണ്. ഓഹോ, അവന്റെ കുഞ്ഞെവിടെയാ പഠിക്കുന്നത്? സെയിന്റ് ആന്റണി. നീ ഏത് വേഷം കെട്ടി ലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ച് താമസിച്ചാലും ഈ കരിമ്പുലി ആന്റണി നിന്നെ വീടിലടാ മഹാദേവ. ആന്റണി, ഞാൻ പറയുന്നത് കേൾക്ക്. നീ പറയുന്നത് ഞാൻ കേൾക്കാൻ നീ ആരാ? കുസുമി ജമാലോ അല്ല കൂതറ കുഞ്ഞാണിയോ? ആരീ നീ? മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ദേശദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കാൻ ഞാൻ. ആന്റണി, എന്റെ കുഞ്ഞ് അപകടത്തിലാണ്. Shut up! ഇതുപോലുള്ള പല അഭ്യാസങ്ങളും കണ്ടിട്ടുള്ളവനെ കരിമ്പുലി ആന്റണി, യു ആർ അണ്ടർ അറസ്റ്റ്. Come on. വെയിറ്റ് വെയിറ്റ്, വേർ ഇസ് ദ വാറന്റ്? அந்த நடிகர் சிவாஜி கணேசன் மட்டும் நடிப்பு படிப்பிக்காதடா. இதாண்ட கண்ணா வார்ந்து. വാറണ്ട് വായില്. എവിടെ 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 എവിടെ? ഇപ്പൊ ഇത് നാളെ രാവിലെ ടോയ്ലറ്റിൽ പോയി തപ്പിയാ മതി സാർ. എടാ, നീ വേറെ വാറന്റുമായി നാളെ വീട്ടിലേക്ക് വാ. ഞാൻ ഒരുങ്ങിയിരിക്കാം. വഴിന്ന് മാറേ.
അടുത്ത് വരുന്നത് വേണ്ട. വേണ്ട അടുക്കരുത്. എങ്ങോട്ടായി പോന്നേ? സിനിമ ഷൂട്ടിംഗ് വണ്ടി ഇങ്ങോട്ട് പിടിക്കേ.